ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സോയാബീൻ ഫ്രൈ ആണ്. അതിനായിട്ട് സോയാബീൻ എടുത്തിട്ടുണ്ട്. ഒരു പിടി സോയാബീൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ്. ഒരു പിടി സോയാബീൻ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. എനിക്കിത് ധാരാളമാണ്. ഒരു പിടി വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ നല്ലോണം വലുതായിട്ട് വീർത്ത് വരും. അപ്പം നമുക്കത് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് ആവശ്യാനുസരണം എടുക്കാട്ടോ. എനിക്കിപ്പോൾ ഇത് മതിയാണ്. ഞാനിത് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കുതിരാൻ വെക്കുകയാണ്. ഇത് നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂർ ഇത് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. കുതിർന്ന് കഴിയുമ്പോൾ കാണിച്ചു തരാം. സോയാബീൻ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കണ്ടപ്പോൾ നല്ലോണം വീർത്തൊന്ന് കണ്ടോ, സ്പോഞ്ച് പോലെ ഇരിക്കുന്നത്. നമുക്കിതൊന്നും വെള്ളം നല്ലോണം പിഴിഞ്ഞടഞ്ഞ് നമുക്കിതൊന്നും കട്ട് ചെയ്തെടുക്കാം. ചെയ്യണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം കേട്ടോ. ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് വലിയ ടൈപ്പ് സോയാബീനാണ്, അതുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. സോയാബീൻ 2-3 പ്രാവശ്യം നല്ലോണം കഴുകി നല്ലോണം പിഴിഞ്ഞ വെള്ളമൊക്കെ നല്ലോണം പിഴിഞ്ഞ് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട്, വെള്ളമൊന്നും ഇല്ല, നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരം സോയാബീൻ ഉണ്ട്, അതിലായാലും മതി. ഞാൻ മേടിച്ചത് വലുതാണ്, അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചത്. മുറിക്കണമൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ തന്നെ ഫ്രൈ ചെയ്യാം. പക്ഷെ മസാല ഒന്നും പിടിക്കില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ മുറിക്കാറ്. നമുക്കിതിനായിട്ട് മസാല തയ്യാറാക്കാം. ഇതിന് മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഞാൻ നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിൽ നിന്ന് എടുക്കാം. ഉണ്ടോ, ഇത് മാറ്റി ഇനി സോയാബീനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ഫ്രൈ ആക്കണോണ്ടാണ് കേട്ടോ സോയാബീൻ വേവിക്കാത്തത്. അല്ലെങ്കിൽ നമുക്ക് കറിയൊക്കെ ആക്കുകയാണെങ്കിൽ നമ്മൾ ഇതൊന്ന് വേവിക്കണം കേട്ടോ. ഒന്ന് ചൂടുവെള്ളത്തിലിടുക, 2 മിനിറ്റ് ഒന്ന് വേവിച്ച് എടുക്കണം. അത് എന്തായാലും ചെയ്യേണ്ട കാര്യമുണ്ട്. ഞാനിപ്പോൾ ഫ്രൈ ആക്കണോണ്ട് ഞാൻ വേവിക്കുന്നില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നമുക്കിന് അല്പം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടാം. ഈ ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ആവശ്യത്തിന് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ പിന്നെ ഇടാം, നമുക്ക് കുറച്ചിട്ട് നോക്കാം. 1 പിഞ്ച് ഗരം മസാല ഞാൻ വീട്ടിൽ വറുത്ത് പിടിച്ചാണ് കേട്ടോ. ഏത് മസാലയും കുഴപ്പമില്ല. ഞാൻ ഗരം മസാല ഒരു പിഞ്ച് ഇട്ടാൽ മതി. ഇത് വേണ്ട, അല്ലെങ്കിൽ ഓവർ കുത്തായിപ്പോവും. 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ കോൺഫ്ലവർ എടുത്തത്. ഇപ്പോൾ കോൺഫ്ലവർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇട്ടത്, നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി. കോൺഫ്ലവർ ഇല്ലെങ്കിൽ അല്പം 1 ടീസ്പൂൺ അരിപ്പൊടി ഇട്ടാലും മതി. ഞാനിപ്പോൾ ഉള്ളതുകൊണ്ട് ഇട്ടതാണ്. കോൺഫ്ലവർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് കുരുമുളക് പൊടി ആഡ് ചെയ്യണവർക്ക് ആഡ് ചെയ്യട്ടെ. ഇവിടെ എനിക്ക് ഇഷ്ടമല്ല കുരുമുളക് പൊടി ഇതിനകത്ത് ഇടണം, അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. നമുക്കിതൊന്നും എല്ലാം കൂടി മിക്സ് ചെയ്യാം. നല്ല ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ നല്ല സ്മെല്ല് തന്നെ ഉണ്ട്. അല്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഉപ്പൊക്കെ നോക്കണോണ്ട് ഈ സമയത്ത് എൻ്റെ കയ്യിൽ ഉപ്പുണ്ട് നല്ലോണം. പെട്ടെന്ന് ഉപ്പൊക്കെ നല്ലോണം ഇത് വലിച്ചെടുത്തോളൂ. അപ്പോൾ ഉപ്പ് കുറച്ചിടാൻ പാടുള്ളൂ. പിന്നീട് നോക്കിയിട്ട് വേണം ഉപ്പൊക്കെ ഇടാനായിട്ട്. ഇപ്പോൾ മസാല ഒക്കെ എൻ്റെ കറക്റ്റാണ്. അപ്പോൾ ഞാൻ പ്രത്യേക ഒരു കാര്യമുണ്ട്, വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ മാത്രം കാണുന്നുള്ളൂ എല്ലാവരും, അല്ല ഷെയറും ചെയ്യണം എല്ലാവരും. സോയാബീൻ ഫ്രൈ ചെയ്യാം കേട്ടോ. 10 മിനിറ്റ് ഒന്ന് ഞാൻ പറഞ്ഞത് റെസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ചട്ടി വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്, നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ചിട്ട് സോയാബീൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. ആദ്യം നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ. നല്ലോണം ഫ്രൈ ആയി വരുമ്പോൾ നല്ല ബീഫൊക്കെ ഫ്രൈ ചെയ്യണം. നല്ല മണം ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ മസാലപ്പൊടിയുടെ ഒക്കെ. ബീഫിൻ്റെ ടേസ്റ്റ് ആണെന്നൊക്കെ എല്ലാവരും പറയണം സോയാബീൻ. എനിക്കിതൊന്നും തോന്നിയിട്ടില്ല ബീഫിൻ്റെ ടേസ്റ്റ് ആണെന്ന്. സോയാബീൻ ഫ്രൈ എന്തായാലും അടിപൊളിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടെ. ഇങ്ങനെ ഇത് ഈ വെളിച്ചെണ്ണ കിടന്ന് മുരിയുമ്പോൾ ആരെങ്കിലും പറയൂ ഇത് ബീഫുള്ളതെന്ന്. ആദ്യമായിട്ട് ഇത് ഫ്രൈ ചെയ്യണ കണ്ടുവന്ന ഒരാൾ നോക്കിയാണെങ്കിൽ ബീഫ് ഫ്രൈ ആണെന്ന് എന്തായാലും പറയുള്ളൂ. നല്ല സ്മെല്ല്, ഞാൻ കാര്യമായിട്ട് പറയുന്നത്. നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. തീ കുറച്ചിട്ട് വേണോട്ടെ ഫ്രൈ ചെയ്യാൻ പ്രത്യേകം പറയണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതിൻ്റെ ഉള്ളൊന്നും വേവില്ല. നമുക്കിത് കോരിയെടുക്കാം. കാരണം നമുക്കിത് കോരിയെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള എല്ലാ സോയാബീനും ഫ്രൈ ചെയ്തെടുക്കാം. സോയാബീൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അധികം ഉണ്ടായതാണ്. ആദ്യം ഇട്ടതൊക്കെ ടേസ്റ്റ് കൊടുത്ത് ഞാനും മോളും കൂടി തിന്ന് തീർത്ത്. ഇത് മോക്കടെ റെസിപ്പിയാണ് കേട്ടോ. മോളെ ഉമ്മി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന്. ഇവിടെ മക്കൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ് സോയാബീൻ. സോയാബീനിൽ സോയാബീനിൽ പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഹെൽത്തിന് നല്ലതാണ്. പക്ഷെ എപ്പോഴും കഴിക്കരുത് കേട്ടോ. വല്ല മാസത്തിൽ 2-3 പ്രാവശ്യമൊക്കെ മക്കൾക്ക് കൊടുക്കണം, നല്ലതാണ്. അപ്പോൾ ഇത് ഞാൻ കഴിച്ചേ. ചിക്കൻ്റെ അതേ ടേസ്റ്റ് എനിക്ക് ബീഫായിട്ട് തോന്നിയില്ല. ചിക്കൻ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് മസാലയൊക്കെ തേച്ച് നമ്മൾ ഫ്രൈ ചെയ്യൂലേ, അതേ ടേസ്റ്റായിട്ട് എനിക്കിത് തോന്നിയത്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ അധികം ഇത് കഴിക്കാറില്ല, മക്കളാണ് ഏറ്റവും കൂടുതൽ കഴിക്കണേ. എനിക്കിത് കഴിച്ചപ്പോൾ കൊതി അടങ്ങിയില്ല. ഞാനത് പകുതിയോളം നിന്ന് തീർത്ത്. കാരണം കഴിച്ചാണ് ചേട്ടാ, നല്ല ക്രിസ്പിയാണ്. കഴിച്ചാണ് ചേട്ടാ, നല്ല ക്രിസ്പി ആയിട്ടിരിക്കണേ.
കണ്ട നല്ല മുരുമുരിപ്പ് 100% ഉറപ്പ് പറയണ അടിപൊളി ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മക്കൾക്കായാലും ഹസ്ബൻഡ് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവും. ഒരു സൈഡ് ഡിഷ് ആയാലും നമുക്ക് വെറുതെ ഇരുന്ന് കുറിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും സോയാബീൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ.